അൽ വഹദത്തുൽ ഖാമിസ, അഞ്ചാമത്തെ യൂണിറ്റ്. ബൈനൽ ഇഫ്രാത്ത് വ തഫ്രീത്ത്, കൂടുതലിനും കുറവിനുമിടയിൽ. ഇഫ്രാത്ത് എന്ന് പറഞ്ഞാൽ കൂടുതൽ, തഫ്രീത്ത് കുറവ്. ചിലർ കൂടുതൽ സമ്പത്തുള്ളവരായിരിക്കും, സമ്പന്നരായിരിക്കും. ചിലർ ഒന്നുമില്ലാത്തവരായിരിക്കും. ഇതിൽ രണ്ട് പാഠങ്ങളാണുള്ളത്. സുന്നാഉൽ ബിലാദ് എന്നൊരു കവിതയാണ് ആദ്യത്തെ പാഠം. ഇവിടെ ഒരു ചിത്രമുണ്ട്. ഒരു വലിയ കോർപ്പറേറ്റ് ഭീമൻ, അല്ലെങ്കിൽ ഒരു വലിയൊരു സമ്പന്നൻ, വലിയൊരു വ്യവസായി. അദ്ദേഹം ആളുകൾക്ക്, പാവപ്പെട്ടവരായ ആളുകൾക്ക് പല ഓഫറുകളും നൽകുകയാണ്, അല്ലേ? ഡിസ്കൗണ്ടുകളൊക്കെ ഇങ്ങനെ നൽകുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ആളുകൾ ഇങ്ങനെ ഒരുമിച്ച് കൂടുന്നു. അപ്പം എത്ര ഡിസ്കൗണ്ട് നൽകിയാലും പാവങ്ങൾക്ക് അതിൽ നിന്നും കാര്യമായി ഒന്നും ലഭിക്കുകയില്ല. ഡിസ്കൗണ്ടുകൾ കൊടുത്താലും ഈ വ്യവസായികളും മറ്റും സമ്പന്നരായിക്കൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ഈ ചിത്രം സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് ഈ കവിത നോക്കാം. സുന്നാഉൽ ബിലാദ്, രാജ്യത്തിൻ്റെ നിർമ്മാതാക്കൾ, രാജ്യം നിർമ്മിക്കുന്നവർ. ആരണവർ? തൊഴിലാളികളാണ്. തൊഴിലാളികളെ കുറിച്ചുള്ള കവിതയാണ്. നഹ്നു അസ്ഹാബുൽ ഹിറഫി ലൈസ യഅനീന തറഫ്. നഹ്നു, ഞങ്ങൾ, അസ്ഹാബുൽ ഹിറഫ്, ഞങ്ങൾ തൊഴിലിൻ്റെ ആളുകളാണ്, ഞങ്ങൾ തൊഴിലാളികളാണ്. ലൈസ യഅനീന തറഫ്, തറഫ് ഞങ്ങളെ പരിഗണിക്കുന്നില്ല. തറഫ് എന്ന് പറഞ്ഞാൽ ആഡംബരം, ആഡംബര ജീവിതം, ആഡംബരം ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഞങ്ങൾ ആഡംബരത്തെ പരിഗണിക്കുന്നില്ല. മീൻസ് ഞങ്ങൾ ആഡംബര ജീവിതം ഇഷ്ടപ്പെടാത്തവരാണ്. വലന കുല്ലു ഷറഫി, ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. അന്നനാ നുഹയിൽ മിഹന, ഞങ്ങൾ തൊഴിലിനെ ജീവിപ്പിക്കുന്നു, തൊഴിലിനെ സജീവമാക്കുന്നു എന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. തൊഴിലാളികളെന്നും തൊഴിലെടുത്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? തൊഴിലാളികൾ തൊഴിലെടുത്തില്ലെങ്കിൽ രാജ്യം പുരോഗമിക്കുകയില്ല. നഹ്നു അഹ്ലുൻ ലിൽ ബറാഅ, ഞങ്ങൾ ബറാഅത്തിൻ്റെ, ബറാഅത്ത് എന്ന് പറഞ്ഞാൽ വൈദഗ്ധ്യം, ഞങ്ങൾ വൈദഗ്ധ്യമുള്ളവരാണ്. ഫി അസാലീബി സിനാഅ, നിർമ്മാണങ്ങളിൽ, തൊഴിലുകളിൽ, വസ്തുക്കളും മറ്റും നിർമ്മിക്കുന്നതിലും തൊഴിൽ ചെയ്യുന്നതിലും ഞങ്ങൾ വൈദഗ്ധ്യമുള്ളവരാണ്. വലന ഫി കുല്ലി സാഅ, ഞങ്ങൾക്ക് ഓരോ മണിക്കൂറിലും, എന്ന് വെച്ചാൽ എപ്പോഴും ഞങ്ങൾക്ക് നഹ്ലത്തുൻ, മുന്നേറ്റമാണ്. ഫി കുല്ലി ഫന്നിൻ, എല്ലാ കലയിലും ഞങ്ങൾ മുന്നേറിക്കൊണ്ടേയിരിക്കുകയാണ് ഓരോ നിമിഷവും. ഫളലു സുന്നാഇൽ ബിലാദി കുല്ല യൗമിൻ ഫിസ്ദിയാദി, രാജ്യത്തിൻ്റെ നിർമ്മാതാക്കളുടെ, രാജ്യത്തിലെ തൊഴിലാളികളുടെ മഹത്വം കുല്ലയോമിൻ, എല്ലാ ദിവസവും, ഫിസ്ദിയാദിൻ, അധികരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ മഹത്വം ഏറി വരികയാണ്. വലഹും ഫി കുല്ലിവാദിൻ, തൊഴിലാളികൾക്ക്, വലഹും അവർക്കുണ്ട്, തൊഴിലാളികൾക്കുണ്ട്, ഫി കുല്ലിവാദിൻ, എല്ലാ താഴ്വരയിലും, മീൻസ് എല്ലാ സ്ഥലത്തും, ഹസനാത്തുൻ വമിനനുൻ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളും, ഹസനാത്ത്, സൗന്ദര്യമുള്ള, ഭംഗിയുള്ള നിർമ്മിതികളും, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിർമ്മിതികളും എല്ലാ സ്ഥലത്തുമുണ്ട് തൊഴിലാളികളുടേതായിട്ട്. അതായത് തൊഴിലാളികൾ രാജ്യത്തുടനീളം ജനോപകാരപ്രദമായ പലതും നിർമ്മിച്ചിട്ടുണ്ട്. ഇൻ തകല്ലംന ഫസിദ്കൻ, ഞങ്ങൾ സംസാരിച്ചാൽ, സിദ്ക്ക്, സത്യമാണ് ഞങ്ങൾ സംസാരിക്കുക, സത്യം മാത്രമേ ഞങ്ങൾ പറയാറുള്ളൂ. ഔ തആമൽന ഫഹക്കൻ, ഞങ്ങൾ പെരുമാറിയാൽ, ഞങ്ങൾ സഹവസിച്ചാൽ, ഞങ്ങൾ കൂട്ടുകൂടിയാൽ, നീതിയോടെ, സത്യസന്ധരായിക്കൊണ്ട് മാത്രമേ ഞങ്ങൾ സഹവസിക്കാറുള്ളൂ. ആളുകളോട് ഞങ്ങൾ സത്യസന്ധരായും നീതിയോടെയും നന്മയോടെയും മാത്രമേ പെരുമാറുകയുള്ളൂ. ഹാക്കദാ ബിൽ ഖുലുഖി നർക, ഇങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ സ്വഭാവം കൊണ്ട് ഞങ്ങൾ ഉയരുന്നു. സുമ്മ യർക കുല്ലു ഫന്നിൻ, അതോടൊപ്പം എല്ലാ കലകളും ഉയരുന്നു. ഇന്നലില്ല ഔത്താനി ദൈനൻ, രാജ്യത്തിന് കടമുണ്ട്. ഖദ് കതബ്നാഹു അലൈന, ആ കടം ഞങ്ങൾ ഞങ്ങളുടെ മേൽ എഴുതി ചേർത്തിരിക്കുന്നു. രാജ്യത്തിൻ്റെ കടം ഞങ്ങൾ വീട്ടും എന്ന് ഞങ്ങൾ സ്വയം എഴുതി ചേർത്തിരിക്കുന്നു ഞങ്ങളുടെ മേൽ. ഞങ്ങൾ സ്വയം ഏറ്റെടുത്തിരിക്കുന്നു രാജ്യത്തിൻ്റെ കടം. അതായത് രാജ്യത്തിനെ നിർമ്മിക്കുക എന്നുള്ള ഒരു കടം, അല്ലേ? രാജ്യത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നത് തൊഴിലാളികളാണ്. രാജ്യത്തിൻ്റെ കടമാണത്, അത് അവർ സ്വയം ഏറ്റെടുത്തിരിക്കുകയാണ്.
കുല്ലു ഷൈഇൻ ഫീ യദൈന, ഞങ്ങളുടെ കയ്യിലുള്ള എല്ലാം ഹുവ ഹഖ്ഖുൻ ലിൽ വതനി, രാജ്യത്തിൻ്റെ അവകാശമാണ്. ഞങ്ങളുടെ കയ്യിലുള്ളതെല്ലാം രാജ്യത്തിന് വേണ്ടിയുള്ളതാണ്. തൊഴിലാളികൾ അധ്വാനിക്കുന്നത് രാജ്യത്തിന് വേണ്ടിയാണ്. അവർക്ക് അവരുടെ തൊഴിലിന് പര്യാപ്തമായ കൂലി, അതിനുള്ള വരുമാനം അവർക്ക് ലഭിക്കുന്നില്ലെങ്കിൽ പോലും അവർ തങ്ങളുടെ കയ്യിലുള്ള എല്ലാ കഴിവും ഉപയോഗിച്ചുകൊണ്ട് രാജ്യത്തിന് വേണ്ടി നിർമ്മാണങ്ങളിലും തൊഴിലുകളിലും ഏർപ്പെടുകയാണ്. ഈ കവിത എഴുതിയിരിക്കുന്നത് മുഹമ്മദ് അൽ ഹറാവി എന്ന കവിയാണ്. ആരാണ് അദ്ദേഹം? വുലിദ മുഹമ്മദ് അൽ ഹറാവി ഫി മിസർ, ഈജിപ്തിൽ ജനിച്ചു 1885. തലക്ക ഉലൂമഹു, അദ്ദേഹം തൻ്റെ വിദ്യാഭ്യാസം നേടി. തലക്ക ഉലൂമഹു, വിദ്യാഭ്യാസം നേടി. മിൻ മദാരിസിൽ കാഹിറത്തി വൽ ഇസ്കന്ദരിയത്തി, അലക്സാണ്ട്രിയയിലെയും കൈറോയിലെയും സ്കൂളുകളിൽ നിന്ന്. ഇസ്കന്ദരിയ, അലക്സാണ്ട്രിയ ഈജിപ്തിലെ വലിയൊരു പട്ടണമാണത്. വതഅല്ലമ ലുഗതൈനി ഇൻജിലീസിയത വൽ ഫറൻസിയത, അദ്ദേഹം ഫ്രഞ്ച്, ഇംഗ്ലീഷ് എന്നീ 2 ഭാഷകൾ പഠിച്ചു. അമില മുവല്ലഫൻ, അദ്ദേഹം ഒരു മുവല്ലഫായിക്കൊണ്ട്, ഉദ്യോഗസ്ഥനായിക്കൊണ്ട് ജോലി ചെയ്തു. ഫി വിസാറത്തിൽ മആരിഫി ബി മിസ്ര, ഈജിപ്തിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൽ. വിസാറത്ത് മന്ത്രാലയം, വിസാറത്തുൽ മആരിഫ് വിദ്യാഭ്യാസ മന്ത്രാലയം, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ. അതേപോലെ വഫി ദാരിൽ കുത്തുബിൽ മിസ്രിയത്തി, മിസ്റിലെ ദാറുൽ കുത്തുബ് എന്ന ലൈബ്രറിയിലും. ദാറുൽ കുത്തുബിൽ മിസ്രിയ, മിസ്ർ ദാറുൽ കുത്തുബ്, അതായത് ഈജിപ്തിലെ നാഷണൽ ലൈബ്രറിയാണത്, അവിടെയും ഇദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. യുഅദ്ദു റായിദൻ ലി ശിഅരിൽ അത്ഫാൽ, കുട്ടികളുടെ കവിതയുടെ തുടക്കക്കാരനായിക്കൊണ്ട് അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. യുഅദ്ദു, അദ്ദേഹം പരിഗണിക്കപ്പെടുന്നു. റായിദൻ, തുടക്കക്കാരനായിക്കൊണ്ട്, പയനിയർ ആയിക്കൊണ്ട്. എന്തിൻ്റെ? ലി ശിഅരിൽ അത്ഫാലി, കുട്ടികൾക്ക് വേണ്ടിയുള്ള കവിതയുടെ, ബാലകവിതയുടെ. വമിൻ മുഅല്ലഫാത്തിഹി, അദ്ദേഹത്തിൻ്റെ രചനകളിൽപ്പെട്ടതാണ് സമീറുത്തിഫ്ലി. അതേപോലെ സമീറുത്തിഫ്ലി എന്നൊരു രചന, എന്നൊരു കൃതി അദ്ദേഹത്തിനുണ്ട്. അതിൽ കുട്ടികളുടെ കവിതകളാണ് ഉള്ളത്. വലഹു തംസീലിയാത്തുൻ ശിഅരിയത്തുൻ, അദ്ദേഹത്തിന് പോയറ്റിക് പ്ലേസ്, അതായത് കാവ്യാത്മക നാടകം, കവിതാ നാടകം, കവിതാ രൂപത്തിൽ എഴുതിയ നാടകങ്ങൾ അദ്ദേഹത്തിനുണ്ട്. ലിൽ അത്ഫാലി, കുട്ടികൾക്ക് വേണ്ടി. അതായത് കവിതാ രൂപത്തിൽ എഴുതുന്ന നാടകം, ഷേക്സ്പിയർ ഒക്കെ എഴുതിയിരുന്നത് പോലെയുള്ള കവിതാ രൂപത്തിൽ നാടകം എഴുതൽ. മിസ്ല, ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ തൗസിയാലത്തുൻ ശേരിയ? അത് എബു അൽ ഗനമു, ചെന്നായിയും ആടും എന്നുള്ളത്. ബാഇഉൽ ഫത്തീറ എന്നൊരു കവിതാ നാടകം. അങ്ങനെയുള്ള കവിതാ നാടകങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇൻതഖല ശാഇറു ഇലാ റഹ്മത്തില്ലാഹി, അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് അദ്ദേഹം മടങ്ങി മരണപ്പെട്ടു. എപ്പോൾ? 1939. മളുമൂൻ ഷീർ, ഈ കവിതയുടെ ഉള്ളടക്കം. ഇന്ന അസ്ഹാബൽ ഹിറഫി, തൊഴിലാളികൾ, യഅമലൂന, ജോലി ചെയ്യുന്നു, ബിജിദ്ദിൻ, കഠിനാധ്വാനത്തോടെ, വനശാത്തിൻ, ഉന്മേഷത്തോടെ, വലാ യുബാലൂന, അവർ പരിഗണിക്കുന്നില്ല, ബിൽ ലഹവി, ലഹവിൽ മീൻസ് കളിയും ആസ്വാദനവും അതേപോലുള്ള എൻജോയ്മെൻ്റ് അല്ലേ. വത്തറഫി, ആഡംബരം, അതിൽ നിന്നും അവർ ശ്രദ്ധിക്കുന്നില്ല, അവർ ജോലി ചെയ്യുകയാണ്. ലഹും ഷറഫുൻ അലീമുൻ, അവർക്ക് വലിയ മഹത്വമുണ്ട്, വലിയ അഭിമാനമുണ്ട്. ലി അന്നഹും യുനശ്ശിത്തൂനൽ മിഹന, തങ്ങൾ ജോലികളെ സജീവമാക്കുന്നു എന്ന കാരണത്താൽ അവർക്ക് വലിയ അഭിമാനമുണ്ട്. അവർ നിരന്തരം ജോലി ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നതിൽ അവർക്ക് അഭിമാനമുണ്ട്. ഹും ബാരിഊന ഫിൽ അമലി, അവർ ജോലിയിൽ നൈപുണ്യമുള്ളവരാണ്. ബാരിഊന, നൈപുണ്യമുള്ളവർ, വൈദഗ്ധ്യമുള്ളവർ. യുത്ഖിനൂന സിനാത, അവർ തങ്ങൾ ചെയ്യുന്ന നിർമ്മാണ പ്രവർത്തനം നന്നാക്കി ചെയ്യുന്നു. അത്ഖന എന്ന് പറഞ്ഞാൽ നന്നാക്കി. ഹും യൻഹലൂന ബിൽ ഹിറഫി, അവർ തങ്ങളുടെ തൊഴിലുകൊണ്ട് യൻഹലൂന, ഉയരുന്നു. യൻഹലൂന, മുന്നേറുന്നു, ഉയരുന്നു. ഫികുല്ലി സാഅത്തിൻ, ഓരോ നിമിഷവും, ഓരോ മണിക്കൂറും, എപ്പോഴും അവർ തങ്ങളുടെ ജോലി ചെയ്ത് ഉയരങ്ങളിൽ എത്തുന്നു. അൽ ഉമ്മാലു സുന്നാഉൽ ബിലാദി, ഈ തൊഴിലാളികൾ രാജ്യത്തിൻ്റെ നിർമ്മാതാക്കളാണ്, രാജ്യത്തിനെ ഉണ്ടാക്കുന്നവരാണ്. യസ്ദാദു ഫളലുഹും യൗമൻ ഫയൗമൻ,
ദിനേനെ അവരുടെ മഹത്വം വർദ്ധിച്ചു വരുന്നു. നറാഫി കുല്ലി മക്കാനിൻ എല്ലാ സ്ഥലത്തും നമുക്ക് കാണാം മാ സ്വനഉ അവർ ഉണ്ടാക്കിയത് മിനൽ ഹസനാത്തി ലിൽ ബിലാദി രാജ്യത്തിന് വേണ്ടി അവർ ഉണ്ടാക്കിയ നല്ല നല്ല കാര്യങ്ങൾ, മനോഹരമായ വസ്തുക്കൾ നമുക്ക് കാണാൻ കഴിയും. ഇന്നഹും സ്വാദിഖൂന ഫീ കലാമിഹിം അവർ തങ്ങളുടെ സംസാരത്തിൽ സത്യസന്ധതയുള്ളവരാണ്. ഇന്നഹും സ്വാദിഖൂന അവർ സത്യസന്ധതയുള്ളവരാണ്. ഫീ കലാമിഹിം അവരുടെ സംസാരത്തിൽ. വ മുഹസിനൂന ഫി മുആമലാത്തിഹിം അവരുടെ പെരുമാറ്റത്തിൽ നല്ലവരാണ്. മുഹസിനൂന നന്മയുള്ളവരാണ്, നല്ലവരാണ്. ഫി മുആമലത്തിഹിം അവരുടെ സഹവാസത്തിൽ, അവരുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റത്തിൽ. ഹും യർക്കൗന ബിൽ അഖ്ലാഖി അവർ തങ്ങളുടെ സ്വഭാവം കൊണ്ട് ഉയരുന്നു. യർക്കൗന അവർ ഉയരുന്നു. ബിൽ അഖ്ലാഖി സ്വഭാവം കൊണ്ട്. അൽ മഹ്മൂദ അവരുടെ സ്തുത്യർഹമായ സ്വഭാവം കൊണ്ട്, അവരുടെ നല്ല സ്വഭാവങ്ങൾ കൊണ്ട് അവർ ഉയരുന്നു. വയഅലൂന ഫി ജമീഅൽ ഫുനൂനി അവർ എല്ലാ കലകളിലും ഉയരുന്നു. ഫന്നുൻ ജമ ഫുനൂൻ കലകൾ. നഹ്നു അബ്നാ ഉൽ ബിലാദ് ഞങ്ങൾ രാജ്യത്തിൻ്റെ മക്കളാണ്. ഖദ് ഫറദ്ന അല അൻഫുസിന ഞങ്ങൾ ഞങ്ങളുടെ മേൽ തന്നെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഹുഖൂഖൻ നഹവൽ ബിലാദി രാജ്യത്തിനോടുള്ള കടപ്പാട്, രാജ്യത്തിനോടുള്ള കടമ ഞങ്ങൾ ഞങ്ങളുടെ മേൽ സ്വയം നിർബന്ധമാക്കി എഴുതി ചേർത്തതാണ്. അത് ഞങ്ങൾ നിറവേറ്റുന്നുണ്ട്. നുഖദ്ദിമു കുല്ല മാ നംതലികു ഫീ സബീലി ഖിദ്മത്തിൽ വതനി രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടി ഞങ്ങൾ ഉടമപ്പെടുത്തിയതെല്ലാം സമർപ്പിക്കുന്നു, നൽകുന്നു. നുഖദ്ദിമു ഞങ്ങൾ നൽകുന്നു. കുല്ലമാനം തെലിക്കു ഞങ്ങൾക്കുള്ളതെല്ലാം. ഫി സബീലി ഖിദ്മത്തിൽ വതനി വതനിൻ്റെ ഖിദ്മത്തിൻ്റെ മാർഗത്തിൽ, വതനിൻ്റെ രാജ്യത്തിൻ്റെ സ്വദേശത്തിന് സേവനം ചെയ്യുന്ന പാതയിൽ ഞങ്ങൾക്കുള്ളതൊക്കെ നൽകുന്നു. നുറാജോ ഷിറ കവിത നമുക്ക് റിവൈസ് ചെയ്യാം. വനഖ്താറു മിൻഹു അതിൽ നിന്നും തിരഞ്ഞെടുക്കാം. സുത്തൂറൻ വരികൾ, തുവാഫിക്കു യോജിക്കുന്ന, ബി തസ്രീഹാത്തിലാത്തിയ താഴെയുള്ള തസ്രീഹാത്ത് സ്റ്റേറ്റ്മെന്റുകളോട് യോജിക്കുന്ന വരികൾ കണ്ടെത്താം. അസ്ഹാബുൽ ഹിറഫി തൊഴിലിൻ്റെ ആളുകൾ, തൊഴിലാളികൾ, ലാ യുബാലൂന ബിത്തറഫി ആഡംബരത്തെ ഗൗനിക്കുന്നില്ല. ഇത് ഒന്നാമത്തെ വരിയോടാണ് ഈ സ്റ്റേറ്റ്മെന്റ് യോജിക്കുന്നത്. അസ്ഹാബുൽ ഹിറഫി അഹ്ലുൽ ബറാഅത്ത് തൊഴിലാളികൾ വൈദഗ്ധ്യമുള്ളവരാണ്, നൈപുണ്യമുള്ളവരാണ്. ഇത് മൂന്നാമത്തെ വരിയോട് യോജിക്കുന്നു. ഫളലു സാനിഈന യസ്ദാദു യൗമൻ ഫയൗമൻ തൊഴിലാളികളുടെ മഹത്വം ദിനേന വർദ്ധിച്ചു വരുന്നു. ഇത് അഞ്ചാമത്തെ വരിയോട് യോജിക്കുന്നു. അസ്ഹാബുൽ ഹിറഫി സ്വാദിഖൂന തൊഴിലാളികൾ സത്യസന്ധരാണ്. ഇത് ഏഴാമത്തെ വരിയോട് യോജിക്കുന്ന സ്റ്റേറ്റ്മെന്റാണ്. ഇനി നുനാഖിഷു വനുഇദ്ദു ഖായിമത്തൽ ഹിറഫി തൊഴിലുകളുടെ ഒരു പട്ടിക ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, പൂരിപ്പിക്കാം. ചില തൊഴിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സവ്വാഖുൻ ഡ്രൈവർ, ദഹാനുൻ ദഹാൻ പെയിന്റർ, സബ്ബാക്ക് പ്ലംബർ, നാദിൽ വെയിറ്റർ എന്ന് പറഞ്ഞാൽ ഹോട്ടലിലൊക്കെ ഭക്ഷണങ്ങൾ എത്തിച്ചു കൊടുക്കുന്ന, സപ്ലൈ ചെയ്യുന്ന ആൾ. ചില തൊഴിലെടുക്കുന്നവരുടെ പേരുകൾ ഇവിടെ കൊടുക്കാം. സവാഖ് ഡ്രൈവർ, ദഹാൻ പെയിന്റർ, നാദിൽ വെയിറ്റർ, ഹല്ലാഖ് ബാർബർ, തൊബാഖ് കുക്ക്, ജസാർ കശാപ്പുകാരൻ, നജാർ മരപ്പണിക്കാരൻ, ഇസ്കാഫി ചെരുപ്പൂത്തി, സാനി ഹാഹിദി എന്ന് പറയും, ഹദ്ദാദ് ഇരുമ്പ് പണിക്കാരൻ, ഖയ്യാത്ത് തുന്നൽക്കാരൻ, ഖബ്ബാർ ബേക്കർ, മുസാരിയ ഫലാഹ്, സയ്യാദ് സമക് കഹർബായി, സബാഖ് ബന്ന മെക്കാനിക്കി. ഓക്കെ, നീ നുറാജ് ഷിഅറവൻ ഉജീബനിൽ അസലത്ത് കവിത വായിച്ചു നോക്കിയിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ബിമ യഫ്തഖിറു അസ്ഹാബുൽ ഹിറഫ് ഈ തൊഴിലാളികൾ എന്തിനെ കൊണ്ടാണ് അവർ അഭിമാനിക്കുന്നത്? എന്തുകൊണ്ടാണ്? യഫ്തഖിറു അസ്ഹാബുൽ ഹിറഫി ലിഅന്നഹും യുനശ്ശിതൂനൽ മിഹന കാരണം അവര് ജോലികളെ സജീവമാക്കുന്നു, അതുകൊണ്ടാണ് അവര് അഭിമാനിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, കൈഫ നതആമലു മഅൽ ആഖരീന മറ്റുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം? നതആമലു മഅൽ ആഖരീന ബിശക്ലിൻ ജയ്യിദിൻ നമ്മൾ മറ്റുള്ളവരോട് നല്ല നിലയിൽ പെരുമാറണം. ബിമ യർതഖി അൽ ഫന്നു കല എന്തുകൊണ്ടാണ് ഉയരുന്നത്? യർതഖി അൽ ഫന്നു കല ഉയരുന്നു. ബി ഇജ്തിഹാദിൽ ഉമ്മാലി തൊഴിലാളികളുടെ കഠിനാധ്വാനം കൊണ്ട്. ഇജ്തിഹാദുൽ ഉമ്മാൽ. നദ്കുറു സിഫത്തൈനി നമുക്ക് രണ്ട് സിഫത്തുകൾ, രണ്ട് ഗുണങ്ങൾ എഴുതാം.
ലി അസ്ഹാബിൽ ഹിറഫി, ഈ തൊഴിലാളികളുടെ 2 ഗുണങ്ങൾ എന്തൊക്കെയായിരുന്നു പറഞ്ഞത്? മേലെ സത്യസന്ധത പറഞ്ഞിരുന്നു അല്ലേ? അസ്വിദുക്ക് സത്യസന്ധത എന്ന് എഴുതാം. പിന്നെ ഒന്ന് ഇഹ്സാൻ നന്മ, അതും എഴുതാം. നക്തുബു മുദക്കിറത്തൻ, നമുക്കൊരു കുറിപ്പ് എഴുതാം. അൻ അഹമിയത്തിൽ ഹിറഫി, ഈ തൊഴിലിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച്. അതെങ്ങനെ എഴുതാമെന്ന് നോക്കാം. അൽ ഹിറഫു, ജോലികൾ തൊഴിലുകൾ, ഹിയൽ അസാസു, അതാണ് അടിസ്ഥാനം. അല്ലദീ തഖൂമു അലൈഹിൽ ഉമം, സമൂഹങ്ങൾ നിലനിൽക്കുന്ന അല്ലെങ്കിൽ രാജ്യങ്ങൾ നിലനിൽക്കുന്ന അടിസ്ഥാനം അതാണ്, തൊഴിലാണ്. തൊഴിലിൻ്റെ മേലാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത്. ഫ അസ്ഹാബു ഹാദിഹിൽ മെഹനി, ഈ ജോലി ചെയ്യുന്നവർ അതായത് തൊഴിലാളികൾ, യഅമലൂന ബിജിദ്ദിൻ വ ഇത്ഖാനിൻ, അവർ നല്ല രൂപത്തിലും കഠിനാധ്വാനത്തോടെയും ജോലി ചെയ്യുന്നു. ഇത്ഖാൻ എന്ന് പറഞ്ഞാൽ നന്നാക്കൽ. വലാ യഹ്തമ്മൂന ബിത്തറഫി, അവർ ആഡംബരത്തെ പരിഗണിക്കുന്നില്ല, ആഡംബരത്തിന് അവർ പ്രാധാന്യം നൽകുന്നില്ല, ആഡംബര ജീവിതത്തിന്. ബൽഹും അഹ്ലുൻ ലിൽ ബറാഅത്തി, എന്നാൽ അവർ മാത്രമല്ല അവർ നൈപുണ്യത്തിൻ്റെ ആളുകളാണ്, മീൻസ് കഴിവുള്ളവരാണ്, വൈദഗ്ധ്യമുള്ളവരാണ്. ഫിസ്നാത്തി, നിർമ്മാണത്തിൽ. ഇന്നഹും യുഹ്യൂനൽ മിഹന, അവർ ജോലികളെ സജീവമാക്കുന്നു. വ അമലുഹും യുഅദ്ദി ഇലാ നഹ്ളത്തിൻ മുസ്തമിറത്തിൻ, അവരുടെ ജോലി സ്ഥിരമായുള്ള ഉണർവിലേക്ക് മുന്നേറ്റത്തിലേക്ക് നയിക്കുന്നു. ഫി കുല്ലി മജാലിൻ, എല്ലാ രംഗത്തും. ബിഫദ്ലി സുന്നായി, ഈ തൊഴിലാളികളുടെ മഹത്വത്താൽ യതഖദ്ദമുൽ മുജ്തമഉ, സമൂഹം മുന്നേറുന്നു. വയർത്തഖി, ഉയരുന്നു. ഫഹും യതആമലൂന ബിസിദ്ഖിൻ വഹഖിൻ, അവർ സത്യസന്ധതയോടെ ജോലി ചെയ്യുന്നു. വകുല്ലു മാ യസ്നഊനഹു, അവർ നിർമ്മിക്കുന്നതെല്ലാം ഹുവ ദൈനുൻ വാജിബുൻ, അതവർ ഒരു ദൈന് നിർബന്ധിത കടമാണ്. വഹഖുൻ ലി ഔത്താനിഹിം, അവരുടെ സ്വദേശത്തിന് അവകാശപ്പെട്ടതാണ്. അതായത് ഹുവ ദൈനുൻ വാജിബുൻ അല്ലദി ഫറളു അലൈഹിം നഫ്സുഹും, അവർ സ്വയം അവരുടെ മേൽ നിർബന്ധമാക്കിയ ഒരു ദൈനാണത്, അവർ ഉണ്ടാക്കുന്നതെല്ലാം, അവർ നിർമ്മിക്കുന്ന ജോലികളെല്ലാം. വഹക്കുല്ലിൽ ഔത്താനി അല്ലെങ്കിൽ വഹക്കുല്ലി ഔത്താനിഹിം, അവരുടെ സ്വദേശങ്ങൾക്ക്, അവരുടെ രാജ്യങ്ങൾക്ക് അവകാശപ്പെട്ടതുമാണ്, അവരുടെ രാജ്യങ്ങൾക്ക് ഉള്ള അവകാശവുമാണ്. നീനുനാക്കിഷുവനുജീബു, നമുക്ക് വായിക്കാം, ഉത്തരമേതാം. അനിൽ മിഖ്ദാദ് ഇബ്നു മഅദി കർബ് റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൽ നിന്നും നിവേദനം. അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാല, പ്രവാചകനിൽ നിന്നും അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുകയാണ്. കാല, പ്രവാചകൻ പറഞ്ഞു. മാ അക്കല അഹദുൻ ത്വാമൻ, ഒരാളും ത്വാമൻ ഖത്തു, ഒരു ഭക്ഷണവും കഴിച്ചിട്ടില്ല. ഖൈറൻ മിൻ അൻ യഅകുല മിൻ അമലി യദിഹി, തൻ്റെ കൈകൊണ്ട് അധ്വാനിച്ച് സമ്പാദിച്ചുണ്ടാക്കിയ പണം കൊണ്ട് വാങ്ങി കഴിക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തേക്കാൾ നല്ല ഒരു ഭക്ഷണവും ആരും കഴിച്ചിട്ടില്ല. ഖൈറൻ, നല്ല ഭക്ഷണം. ഖൈറൻ മിൻ അൻ യഅകുല, താൻ തിന്നുന്നതിനേക്കാൾ നല്ലത് ആരും കഴിച്ചിട്ടില്ല. എന്തിൽ നിന്നും തിന്നുന്നതിനേക്കാൾ? മിൻ അമലി യദിഹി, തൻ്റെ കൈ കൊണ്ടുള്ള അമലിൽ നിന്നും തിന്നുന്നതിനേക്കാൾ, അതായത് തൻ്റെ കൈ കൊണ്ട് അമൽ ചെയ്ത് ഉണ്ടാക്കിയ പണത്തിൽ നിന്നും തിന്നുന്നതിനേക്കാൾ നല്ല ഭക്ഷണം ആരും തിന്നിട്ടില്ല. മീൻസ് സ്വന്തം അധ്വാനിച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. വൈന നബി അല്ലാഹി ദാവൂദ് അലൈഹിസ്സലാം, അള്ളാഹുവിൻ്റെ നബിയ അള്ളാഹു റസൂലായ ദാവൂദ് നബി, കാന യഅകുലു മിൻ അമലി യദിഹി, അദ്ദേഹം തൻ്റെ സ്വന്തം കൈകൊണ്ട് അധ്വാനിച്ചതിൽ നിന്നാണ് ഭക്ഷിച്ചിരുന്നത്. ദാവൂദ് നബിയെ മാത്രം എടുത്തു പറയാൻ കാരണം എന്താണ്? ദാവൂദ് നബി രാജാവായിരുന്നു അല്ലേ? രാജാവായിരുന്നിട്ട് കൂടെ, പ്രവാചകനായിരുന്നിട്ട് കൂടെ അദ്ദേഹം സ്വയം കൈകൊണ്ട് അധ്വാനിച്ചാണ് ജീവിച്ചിരുന്നത്. മൻ റാവി ഹാദൽ ഹദീസ്, ആരാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്? അൽ മിഖ്ദാദ് ഇബ്നു മഅദി കർബാണ് അല്ലേ? ഇവിടെ അൽ മിഖ്ദാദ് ഇബ്നു മഅദി കർബാണ് ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തത്. മാ ഹുവ ഖൈറു ത്വാമി, ഏറ്റവും നല്ല ഭക്ഷണം ഏതാണ്? ഖൈറു ത്വാമി ഹുവ മാ അകലഹുൽ മർഉ മിൻ അമലി യദിഹി വ കസ്ബിഹിൽ ഹലാലി. ഖൈറു ത്വാമി, നല്ല ഭക്ഷണം. മാ അകലഹുൽ മർഉ, ഒരു മനുഷ്യൻ തിന്നതാണ്. മിൻ അമലി യദിഹി, തൻ്റെ കൈകൊണ്ടുള്ള ജോലിയിൽ നിന്നും. വ കസ്ബിഹി, തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും. അൽ ഹലാലി, ഹലാലായ തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും, തൻ്റെ കൈകൊണ്ടുള്ള ജോലിയിൽ നിന്നും ഒരു മനുഷ്യൻ ഭക്ഷിച്ചതാണ് ഏറ്റവും നല്ല ഭക്ഷണം.
ബിമ ഇഖ്തസ്സ ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാം എന്തുകൊണ്ടാണ് പ്രത്യേക സവിശേഷവാനായത്? ദാവൂദ് അലൈഹിസ്സലാമിന്റെ പ്രത്യേകത എന്തായിരുന്നു? ഇന്ന ദാവൂദ് അലൈഹിസ്സലാം കാന യഅ്കുലു മിൻ അമലി യദിഹി. ദാവൂദ് അലൈഹിസ്സലാം തൻ്റെ കൈകൊണ്ടുള്ള ജോലിയിൽ നിന്നുമാണ് ഭക്ഷണം കഴിച്ചിരുന്നത്. മഅ കൗനിഹി നബിയൻ വ മലിക്കൻ. അദ്ദേഹം ഒരു രാജാവും നബിയും ആയിരുന്നിട്ട് കൂടെ. മഅ കൗനിഹി എന്ന് വെച്ചാൽ അദ്ദേഹം ആയിരുന്നിട്ട് കൂടെ, നബിയൻ വ മലിക്കൻ, ഒരു പ്രവാചകനും രാജാവും ആയിരുന്നിട്ട് കൂടെ. മാതാ കാന യഅമലു ദാവൂദ് അലൈഹിസ്സലാം. ദാവൂദ് അലൈഹിസ്സലാം എന്ത് ജോലിയാണ് ചെയ്തിരുന്നത്? കാന ദാവൂദ് അലൈഹിസ്സലാം സാനിഅ ദുറൂഇൻ. ദാവൂദ് അലൈഹിസ്സലാം പടച്ചട്ട നിർമ്മാതാവായിരുന്നു, പടച്ചട്ട നിർമ്മിക്കുന്ന ആളായിരുന്നു. അതിന് സറാത്ത് എന്നും പറയും. പടച്ചട്ടകൾ, അതായത് ഇരുമ്പ് കൊണ്ട് ആയുധങ്ങളുമൊക്കെ നിർമ്മിക്കുന്ന ആളായിരുന്നു. ഇത് എഴുതി പരിശീലിക്കുക. അമൽ യത്തീമ ഫലാ തഖ്ഹർ. എന്നാൽ യത്തീമിനെ നീ അടിച്ചമർത്തരുത്. വമസ്സായില ഫലാ തൻഹർ. ചോദിച്ചു വരുന്നവനെ നീ ആട്ടി അകറ്റരുത്. ഓക്കെ.